ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് അസ്. ഈ മോയ്സ്ചറൈസർ ആട്ടോ ഞാൻ പിന്നെ അത് യൂസ് ചെയ്യുന്ന എല്ലാം കഴുത്തിലും തേച്ച് കൊടുക്കണം. ആദ്യമായിട്ടാണ് ഗെറ്റ് റെഡി വിത്ത് മീ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ, മറ്റേ ഡാംഡോക്കിൻ്റെ പർപ്പിൾ കളറിൽ. ആക്ച്വലി എനിക്ക് മടിയാണ് 3 ഫിംഗർ പിന്നെ എനിക്ക് ഇതിലെ ഇച്ചിരി ഇഷ്ടം. നമ്മളതിൽ കഴുത്തിലും ചെവിയിലൊക്കെ കൊണ്ടോ ഫിലിപ്സ് കുറേ നാളെ ഉപയോഗിക്കും. ഇത് എല്ലാവർക്കും അറിയുന്ന 10 രൂപയുടെ സാധനം. ഐബ്രോ അല്ല ശരിക്കും ഞാൻ നമ്മുടെ വീഡിയോ കാണുന്ന പകുതിയിലധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ. പ്ലീസ് ഗൈസ് ഡു സബ്സ്ക്രൈബ്. ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് ബ്ലഷ് ഇടുന്നത്. അവനവൻ്റെ സ്റ്റൈലാണ്. ഞാൻ ഇങ്ങനെ എനിക്കിത് ഇവിടെ വരെ ബ്ലഷ് വേണം. എനിക്ക് ഇവിടെ വന്നിട്ട് കുഴപ്പമില്ല. എനിക്ക് ഇവിടെ കണ്ണടിയിൽ ബ്ലഷ് വേണം. ഇതിപ്പോൾ ബോറായിട്ട് തോന്നും, അവസാനം റെഡിയാക്കുമ്പോൾ സൂപ്പറാവും. ട്രസ്റ്റ് ദ പ്രോസസ് എന്നല്ലേ. ജനല് തുറക്കാൻ മറന്നത് ഇപ്പോഴാണ് വെട്ടാൻ കിട്ടിയത്. എന്തൊരു മണ്ടികളാണ്. അപ്പോൾ അങ്ങനത്തെ ഐബ്രോസ് എന്ന് വെച്ചാൽ ഒരാവശ്യമില്ലാത്ത ഒരു രീതിയിലത്തെ ഒരു ഐബ്രോസ്. രണ്ടും 2 രീതിയിലാണ്. സോ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഞാൻ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുള്ളൂ. കാരണം വരയ്ക്കാനൊന്നും പറ്റില്ലല്ലോ, വരച്ച ഓവറായി. ഇപ്പം തന്നെ ദിഗംബരനെ പോലെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് കണ്ണെന്ന് എഴുതി കൊടുക്കാം. കൂടുതലൊന്നുമില്ല, ജസ്റ്റ് വിങ് ലൈൻ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഫോൺ നോക്കിയിടാൻ അറിയില്ല. കണ്ണാടിയോടെ പോകുന്ന ഞാൻ കണ്ണാടിയുടെ പോയി അപ്പോഴേക്കും ലിപ് ലൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഫോൺ നോക്കിയിട്ട് കണ്ണെഴുതാൻ പറ്റുന്നില്ല. സോ ഞാൻ അവിടെ കണ്ണാടി നോക്കിയിട്ടാണ് കണ്ണൊക്കെ എഴുതുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കുന്നുണ്ട്. പുതിയ ടെക്നിക്ക് കിട്ടിയതാണ്. അപ്പോഴേക്കും അമ്മ വന്ന് ബഹളം തുടങ്ങി, ഞങ്ങളിങ്ങനെ ലേറ്റ് ആവുന്നതുകൊണ്ട് വേഗം പോകാമെന്ന് പറഞ്ഞു. പക്ഷെ വീഡിയോ എടുക്കണപ്പോഴത്തേക്കും അമ്മയ്ക്ക് നാണം വന്ന് അമ്മ പോയി. പിന്നെ എല്ലാം ഫാസ്റ്റായിരുന്നു. ഞാൻ ലിപ് ലൈൻ ചെയ്തു, ലിപ്സ്റ്റിക്ക് ഇട്ടു, എല്ലാം പെട്ടെന്ന് നമ്മൾ ചെയ്തു. പിന്നെ എനിക്ക് സെക്കൻഡ് സ്റ്റഡ് ഇടണമായിരുന്നു, അത് ഇച്ചിരി പാടായിരുന്നു. ഇട്ടു, ദൈവം ഇട്ടു. ചെറിയ പൊട്ടിടണോ വലിയ പൊട്ടിടണോ? കാര്യം ചെറിയ പൊട്ടണോ വലിയ പൊട്ടണോ? വേണ്ടല്ലേ, ചെറിയ പൊട്ടണം. സമയമില്ലാത്ത സമയത്ത് കളിക്കുക. പിന്നെ മുടി കെട്ടണോ? ഞാനിപ്പോൾ മറ്റേപോലെ മുടി കെട്ടണം. എങ്ങനെയാണല്ലോ ക്ലിപ്പ് എടുത്ത് മുടി ഇങ്ങനെ വേണമെങ്കിൽ ഫുള്ളെടുത്തിടാം. ഞാനൊരെണ്ണം എടുക്കാം അല്ലേ. ഞാനൊരു ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.